കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിക്ക് ജാമ്യം എന്ന വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ തിരികെ പോകുന്നത്. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിലെ നടപടികൾക്ക് ഇനി എത്ര ദിവസം വേണ്ടിവരുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. നടപടികൾ വൈകിയതിൽ വിചാരണ കോടതിയെയും സുപ്രീം കോടതി വിമർശിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുകയാണ് വീണ്ടും. ആർക്കെ, ഈ പറയുന്ന കേസിൽ പ്രതികളെല്ലാം ഇപ്പോൾ പുറത്തായി. ഇതിൽ വലിയ വിമർശനമാണ് സുപ്രീം കോടതി വിചാരണ കോടതിക്ക് നേരെ ഉന്നയിച്ചത്. ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ ജാമ്യം എന്ന് പറയുന്നതല്ല, പ്രതിയുടെ അവകാശ സംരക്ഷണം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നുമല്ല. എങ്കിൽ പോലും ഇതെന്ത് വിചാരണ എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ സംസ്ഥാന സർക്കാർ ഇയാൾക്ക് ജാമ്യം കൊടുക്കരുതെന്ന വാദത്തിലുമായിരുന്നല്ലോ. ഇനി എന്തായിരിക്കും ഈ ഒരു കേസിന്റെ ഭാവി? ക്രിസ്tina, ഈ കേസിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ നാൾവഴികൾ മുതൽ വിചാരണ ഘട്ടം വരെയുള്ള ഇപ്പോഴത്തെ സ്ഥിതിവിവരം അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി വ്യക്തത വരുത്തിയതിനു ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൾസർ സുനി ഏതെങ്കിലും വിധത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്ത കുറ്റകൃത്യത്തെ ലഘൂകരിക്കുന്നതല്ല, മറിച്ച് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു പ്രതി എന്ന രീതിയിൽ പൾസർ സുനിക്കെതിരെ മുൻവിധി സ്വീകരിക്കാൻ കോടതിക്ക് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത്. കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്ന തെളിവുകൾ, കോടതിയുടെ മുന്നിൽ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ പൾസർ സുനിക്ക് മറ്റുള്ള പ്രതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വിധത്തിലുള്ള പരിഗണനയാണ് വിചാരണ കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും ഉണ്ടായത് എന്ന വിധത്തിലുള്ള ഒരു പ്രതീതി ലഭ്യമാകുന്നു എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതിന് സുപ്രീം കോടതിയെ സംബന്ധിച്ച് ആ നിലപാട് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് കോടതി പറഞ്ഞു. ഒരാൾ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഒരു കേസിൽ മറ്റു പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിട്ടും ഒരാൾ ജാമ്യത്തിന് വേണ്ടിയിട്ട് എത്ര തവണ ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ളത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുതയാണെന്ന് കോടതി വ്യക്തമാക്കി. ഈ കേസിന്റെ വിചാരണ എപ്പോൾ തീരും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാക്കാൻ പ്രോസിക്യൂഷനോ സംസ്ഥാന സർക്കാരിനോ വിചാരണ കോടതിക്കോ സാധിക്കുന്നില്ല. പ്രതിഭാഗത്ത് ഉള്ള ശക്തനായിട്ടുള്ള ഒരാൾ, ഒരു നടൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ നടപടിക്രമങ്ങളെ വൈകിപ്പിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചോ എന്ന് തോന്നുന്ന വിധത്തിൽ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്നാണ് സുപ്രീം കോടതി ഭംഗ്യതരേണ സൂചിപ്പിച്ചത്. അതിൽ ഏറ്റവും അടിസ്ഥാന കാരണമായിട്ട് കോടതി വ്യക്തമാക്കിയത്, വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ 87 ദിവസമാണ് ഈ പ്രധാന പ്രതിയായിട്ടുള്ള നടന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തത്. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ അടക്കം വിവരങ്ങൾ സുപ്രീം കോടതിയിൽ എത്തിക്കാനുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം അടക്കമുള്ളവ പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിധത്തിലുള്ള നിലപാട് ഉണ്ടായത്. ജാമ്യം നൽകുക മാത്രമാണ് തങ്ങൾക്ക് മുന്നിൽ ഈ രേഖകൾ അനുസരിച്ച് ചെയ്യാൻ സാധിക്കുക എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാർ മുതിർന്ന അഭിഭാഷകനെ തന്നെ, രഞ്ജിത്ത് കുമാറിനെ തന്നെ ഇറക്കി കോടതിയിൽ വ്യക്തമാക്കി. ആ ഘട്ടത്തിലും കോടതി പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലെ കാലതാമസം അത് ജാമ്യം ലഭിക്കാനുള്ള ഉചിതമായിട്ടുള്ള കാരണമാണ് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. പല കേസുകളുമായും ബന്ധപ്പെട്ട് ഈ അടുത്ത സമയങ്ങളിൽ സുപ്രീം കോടതി പ്രത്യേകിച്ച് ജയിലല്ല ജാമ്യമാണ് നിയമം എന്ന് പല കേസുകളുടെ ഭാഗമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം പൾസർ സുനിക്ക് അനുവദിക്കപ്പെടുകയായിരുന്നു. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകൾ രൂപീകരിക്കാനും ഉള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. പൾസർ സുനി പുറത്തിറങ്ങിയാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചും അതിജീവിതക്കടക്കം ഉണ്ടായേക്കാൻ പോകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചും അയാൾ ഉയർത്താവുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചും ഒരുപക്ഷെ ഒളിവിൽ പോകാൻ അടക്കമുള്ള സാധ്യതകൾ ഉൾപ്പെടെയുള്ളവയെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആക്ഷേപം ഉന്നയിച്ചു. എന്നാൽ ഇത് അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി ശക്തമായിട്ടുള്ള വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് ജാമ്യത്തിന് അനുബന്ധമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. നീണ്ടുപോകുന്ന വിചാരണ, അനന്തമായി നീണ്ടുപോകും എന്ന് തോന്നിപ്പിക്കുന്ന വിചാരണ, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഥവാ ഇതുവരെ നടന്ന വിചാരണയിൽ ഇനി ഏതെങ്കിലും ഈ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗം ശേഷിക്കുന്നില്ല എന്ന് വിലയിരുത്തിയ സാഹചര്യത്തിൽ സ്വാഭാവിക നീതിയുടെ നിഷേധം അത് നടത്താനായി സുപ്രീം കോടതിക്ക് സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കാനായിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചത്. വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങളാണ്
പൾസർ സുനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ മുന്നോട്ട് വെച്ചത്. അതിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടത് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പൾസർ സുനി മുന്നോട്ട് വെച്ച വാദങ്ങളിൽ പ്രധാനപ്പെട്ടത്. മറ്റെല്ലാവർക്കും ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിചാരണയുടെ ഘട്ടത്തിൽ താനുമായി ബന്ധപ്പെട്ടോ തന്നെക്ക് എതിരെയുള്ള ആക്ഷേപവുമായി ബന്ധപ്പെട്ടോ ഉള്ള വസ്തുതകളല്ല വിചാരണ ചെയ്യപ്പെടുന്നത്. മറിച്ച് ഈ കേസിൻ്റെ തൻ്റെ അറസ്റ്റിന് ശേഷം ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളാണ് പിന്നീട് പരിശോധിക്കപ്പെട്ടത്. ആ വിചാരണയാണ് ഇപ്പോൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കും ഉള്ളത്. കേസിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതി പരിശോധിച്ചാൽ ഈ കേസ് എപ്പോൾ തീരും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിഗമനം ഈ ഘട്ടത്തിൽ നടത്താൻ സാധിക്കില്ല എന്നും പൾസർ സുനി കോടതിയെ അറിയിച്ചു. പൾസർ സുനിയുടെ ഈ നിരീക്ഷണങ്ങൾ പ്രസക്തമാണെന്ന് വിലയിരുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ഈ വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു എന്ന് വിലയിരുത്തി ജാമ്യം അനുവദിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. പൾസർ സുനി അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതടക്കമുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൾസർ സുനിക്ക് ഹൈക്കോടതി ചുമത്തിയ പിഴ കഴിഞ്ഞ വിചാരണ ഘട്ടങ്ങളിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്. അതിന് തുടർച്ചയായിട്ടാണ് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുകയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സത്യവാങ്മൂലം അടക്കമുള്ള വിവരങ്ങൾ സുപ്രീം കോടതി തേടുകയും ചെയ്തത്. അത് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകളുടെ കാര്യത്തിൽ വിചാരണ കോടതി തീരുമാനം എടുക്കുമ്പോൾ ഇതുമായി 2017 ഫെബ്രുവരി 23 നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുകയാണ്. സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം 7.5 വർഷത്തിന് ശേഷം അനുവദിക്കുന്നത്. കടുത്ത വിമർശനമാണ് വിചാരണ കോടതി നടപടികൾക്കെതിരെ സുപ്രീം കോടതി അന്വേഷിച്ചിരിക്കുന്നത്. ഒരു പ്രതിയുടെ അഭിഭാഷകൻ എങ്ങനെ ഒരു വ്യക്തിയെ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയും സമയം വിചാരണ ചെയ്യാൻ അനുമതി കൊടുത്തു, ഇതെന്ത് വിചാരണ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. ഈ കേസിൻ്റെ ഭാവിയിൽ ഈ ഓരോ നീക്കങ്ങളും നിർണായകമാകുമെന്നാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.